സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് 1989-ൽ പുറത്തിറങ്ങിയ ചിത്രമാണ് 'റാംജി റാവു സ്പീക്കിംഗ്'. മുകേഷ്, സായ് കുമാർ, ഇന്നസെന്റ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രം വലിയ വിജയമായാണ് നേടിയത്. ചിത്രത്തിൽ വിജയരാഘവൻ അവതരിപ്പിച്ച റാംജി റാവു എന്ന വില്ലൻ കഥാപാത്രം ഏറെ കയ്യടി വാങ്ങിയിരുന്നു. വിജയരാഘവന്റെ ലുക്കും ഡയലോഗുമെല്ലാം വലിയ ഹിറ്റായിരുന്നു. ഇപ്പോഴിതാ സിനിമയിലെ ഈ കഥാപാത്രം ഉപയോഗിച്ച കോസ്റ്റ്യൂമിനെക്കുറിച്ചുള്ള ഒരു രസകരമായ കാര്യമാണ് ചർച്ചയാകുന്നത്. ഫാസിലിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് പൂവേ പൂന്തിയ പൂന്തണ്ടൽ. ചിത്രത്തിൽ മമ്മൂട്ടി ധരിച്ചിട്ട ഇരട്ട പോക്കറ്റുള്ള ബ്രൗൺ കളർ ഷർട്ട് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇതേ മോഡലുള്ള ഷർട്ടാണ് രാംജി റാവു സ്പീക്കിംഗിൽ വിജയരാഘവൻ ധരിച്ചത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത്. സംവിധായകനും നടനുമായ ലാൽ പൂവിന് പുതിയ പൂന്തലിൽ ഫാസിലിന് അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്നു. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ബ്രൗൺ ഷർട്ട് ഇഷ്ടമായ ലാൽ അത് മമ്മൂട്ടിയോട് ചോദിക്കുകയും അദ്ദേഹം അത് സ്നേഹപൂർവ്വം ലാലിന് സമ്മാനിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 'റാംജി റാവു സ്പീക്കിംഗ്' എന്ന ചിത്രം ചെയ്യുമ്പോൾ വില്ലനായ രാംജി റാവുവിന് കാഴ്ചയിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഷർട്ട് വേണമെന്ന് സിദ്ദിഖ് ലാൽ ആഗ്രഹിച്ചു. അങ്ങനെയാണ് മമ്മൂട്ടിയുടെ ഈ ബ്രൗൺ ഷർട്ടിന് സമാനമായ വേഷം നൽകിയാൽ നന്നായിരിക്കും എന്ന ആശയം ലാലിന് ഉണ്ടാകുന്നത്. ചിത്രത്തിന്റെ കോസ്റ്റ്യൂമിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ലാലിനാണ് ഏറ്റെടുത്തിരുന്നത്. ഇത് സിദ്ദിഖിനോട് പറയുകയും തുടർന്ന് പൂവിന് പുതിയ പൂന്തേർ മമ്മൂട്ടി ധരിച്ചിരുന്ന ഷർട്ടിന്റെ അതേ നിറത്തിലും മെറ്റീരിയലുമുള്ള തുണിത്തരങ്ങൾ വസ്ത്രാലങ്കാര വിഭാഗത്തിന് വാങ്ങാൻ ഇവർ ആവശ്യപ്പെട്ടു. ഒടുവിൽ അത് രാംജി റാവു എന്ന കഥാപാത്രത്തിന്റെ ഐക്കോണിക് വേഷമായി മാറുകയും ചെയ്തു. സിനിമയിലെ കോസ്റ്റ്യൂമിന് പിന്നാലെ കഥയെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിലാണ് ഇതിപ്പോൾ വിശദമായ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന് ആദ്യമായി ഒരുക്കിയ സിനിമയായിരുന്നു 'റാംജി റാവു സ്പീക്കിംഗ്'. രേഖ, വിജയരാഘവൻ, ദേവൻ, മാമുക്കോയ, ഇന്നസെന്റ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ. സായ് കുമാറിന്റെയും രേഖയുടെയും ആദ്യ സിനിമ കൂടിയാണിത്.